നമസ്കാരം. തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിനു ശേഷം KPCC നേതൃ ക്യാമ്പ് ചേരുകയാണ് വയനാട്ടിൽ. കോൺഗ്രസിന്റെ മോശം കാലം കഴിഞ്ഞുവെന്നും 2026-ൽ ഭരണവും തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കണമെന്നും KC വേണുഗോപാൽ പറയുന്നു. പക്ഷെ അപ്പുറത്ത് തൃശൂർ പരാജയത്തിനു ശേഷം കെ മുരളീധരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേതൃത്വം കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ട് മുരളീധരൻ ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു? കോൺഗ്രസ് വിജയത്തിൽ നിന്ന് പാഠം പഠിച്ചു. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് ക്യാമ്പ് നടക്കുന്ന വയനാട്ടിൽ നിന്ന് തന്നെ ചേരുകയാണ്. മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടിയുണ്ട്. കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാറും. ആദ്യം ദീപ്തി, ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പരാജയത്തിനൊപ്പം നിങ്ങൾക്ക് സംഭവിച്ച വിജയത്തിനൊപ്പം രണ്ടിടത്ത് സംഭവിച്ച പരാജയം എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ CPIM അവർക്ക് പറ്റിയ പരാജയം ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ അവകാശപ്പെടുന്ന വാർത്താസമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വിജയത്തിൽ നിന്നും എന്താണ് പഠിച്ചത്? നോക്കൂ, ഇപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ വിജയവും അതേപോലെ തന്നെ പരാജയവും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിജയം നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറമുള്ള ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരുന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, വിജയിച്ച എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നമുക്ക് ലഭിച്ചത്, കോൺഗ്രസിന് ലഭിച്ചത്. എങ്കിലും പരാജയത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധനയും ചർച്ചയുമാണ് ഈ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നടക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഇത് ആദ്യമായി കോൺഗ്രസിൽ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇതേപോലെ തന്നെ ചിന്തൻ ശിബിര് ഇതുപോലെ തന്നെയുള്ള ക്യാമ്പുകൾ നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കൂടിയാലോചനകൾ, ചർച്ചകൾ, എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിനു മുൻപ് കോഴിക്കോട് നടന്നിരുന്ന ഒരു ക്യാമ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിശയോക്തിയോ അല്ലെങ്കിൽ വലുതായി ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടോ ഉള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമ്പുകൾ. വലിയ കാര്യങ്ങൾ ഇല്ല എന്ന നിലയ്ക്കാണോ ദീപ്തി മേരി വർഗീസ് നിങ്ങൾ ക്യാമ്പിനെ കാണുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ആ പശ്ചാത്തലത്തിൽ BJPയെ കൂടി നേരിടേണ്ട അവസ്ഥ രാജ്യത്ത് മാത്രമല്ല കേരളത്തിലും പ്രത്യേകമായി നേരിടേണ്ട ഒരു പ്രത്യേക സാഹചര്യം വരുന്നു. നിങ്ങളുടെ എത്ര വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന കണക്കിൽ നിങ്ങളുടെ പക്കലുണ്ടാവും. ഇപ്പോൾ CPM പറയുന്നു, CPMൽ നിന്ന് വലിയ തോതിൽ തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെക്കാൾ വലിയ കണക്ക് അവിടെ കോൺഗ്രസിനുണ്ടല്ലോ എന്നുള്ളതാണ് CPMന്റെ ഒരു വാദം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായി ഇത് ശരിയായിരിക്കുകയും ചെയ്യും. നിങ്ങൾ എത്രത്തോളം BJPയിലേക്ക് വോട്ടൊഴുകുന്നത് പരിശോധിച്ചിട്ടുണ്ട്? ഇപ്പോൾ കെ മുരളീധരൻ ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ, റോഷിപാലിന് നൽകിയ അഭിമുഖത്തിൽ ദീപ്തി കണ്ടു കാണുമല്ലോ. അതിൽ കെ മുരളീധരൻ പറയുന്നത് തൃശ്ശൂരിൽ 50,000-ലധികം വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടു. അത് പരിശോധിക്കാനുള്ളൊരു സംഘടനാ സംവിധാനം ആ ജില്ലയിലില്ല നിങ്ങൾക്ക്? അല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ആ തെറ്റിദ്ധാരണ ഞാനൊന്ന് മാറ്റട്ടെ. ഞാൻ പറഞ്ഞത് കാര്യമായി കാണേണ്ടതില്ല എന്നുള്ളത്, ഈ ക്യാമ്പിനെ കാര്യമായി കാണേണ്ടതില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതുപോലൊരു ക്യാമ്പ് നടക്കുക, അതിനെ അവലോകനം നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ എന്നുള്ളതേ ഉള്ളൂ, എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളൊരു ചാനൽ ചർച്ചയിൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു വോട്ട് പോലും കോൺഗ്രസിന് നഷ്ടമായെങ്കിൽ അത് പ്രധാനമായി തന്നെയാണ് കാണുന്നത്. അതിനെ ഒന്നും ചെറുതായിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം പറയുകയാണെങ്കിൽ, തൃശ്ശൂരിലെ കൃത്യമായ അവലോകനമുണ്ട്. അവിടെ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് പഠിക്കാനായി KPCCയുടെ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് താഴെത്തട്ടിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ
ഞങ്ങളിവിടെ കൃത്യമായ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ സെഷനിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ നിയമസഭയിലും എത്രത്തോളം വോട്ടുകൾ നമുക്ക് അധികമായി ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചർച്ച ചെയ്തു. ഇപ്പൊ വിജയിച്ച പല നിയോജക മണ്ഡലങ്ങളിലും വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഏറെ വോട്ടുകൾ CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ ചർച്ചാ വിഷയമല്ല. ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് തൃശ്ശൂരിലെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.5 മാസമായല്ലോ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന ശേഷം. ഇത്ര ദിവസമായിട്ടും മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ക്യാമ്പിൽ വരേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം വരുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മിതത്വം പാലിക്കുന്നുണ്ട്. പ്രതികരണങ്ങളിൽ പണ്ടത്തെ രൂപത്തിലല്ല. പ്രിയങ്കയുടെ പ്രചാരണത്തിന് വരികയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ചില പക്വമായ ചില കാര്യങ്ങളുണ്ട്, ചില മുന്നറിയിപ്പുകളുണ്ട്. അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനമാണല്ലോ. നിങ്ങളിപ്പോൾ ഈ 1.5 മാസത്തിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു? ഈ 57,000 വോട്ട് അവിടെ പുതുതായി ചേർക്കപ്പെട്ടത് അവിടെയത്തെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞേയില്ല എന്നാണോ? ഇപ്പോൾ അവിടെ നിങ്ങൾ ചില ഉടച്ചുവാർക്കലുകൾക്ക് നടത്തുന്നുണ്ട് താൽക്കാലികമായിട്ട്. പക്ഷേ ഈ സംഭവം, ഈ വിഷയം എന്തുകൊണ്ട് അറിയാതെ പോയി എന്നുള്ളൊരു ഗൗരവത്തിലെ പരിശോധന വേണ്ടതല്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ K. മുരളീധരൻ എന്ന് പറയുന്ന വലിയ നേതാവിന്റെ പരാജയം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം നഷ്ടമല്ല, അത് കോൺഗ്രസിന്റെ നഷ്ടമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഓരോരുത്തർക്കും ഏറ്റവും അധികം സങ്കടകരമായ ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിനെ, അതൊരു വ്യക്തിപരമായി അതിനെ കാണേണ്ടതായിട്ടില്ല. K. മുരളീധരൻ വിജയിച്ച് പാർലമെന്റ് അംഗമാകണം എന്നുള്ളത് നിശ്ചയിച്ച് പ്രവർത്തിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനുവേണ്ടി തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളും മാറ്റങ്ങളും ഉണ്ടായത്. അദ്ദേഹം അവിടെ വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തൃശ്ശൂർ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തട്ടകമാണ്. അദ്ദേഹത്തിന് അത് പിടിക്കാൻ കഴിയും. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നഷ്ടമായിട്ട് അതിനെ കാണേണ്ടതായിട്ടില്ല. പിന്നെ ഒരു അപ്രതീക്ഷിതമായ ഒരു പരാജയം വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസികമായ വിഷമം ഉണ്ടായിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായി അദ്ദേഹം ചിലപ്പോൾ അല്പം ഒന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സജീവതയിൽ നിന്നൊന്ന് ചിലപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും K. മുരളീധരനെ പോലെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവിന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായി വരും. എനിക്ക് തോന്നുന്നില്ല ഈ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നിന്ന് അദ്ദേഹം മാറുന്ന, അദ്ദേഹത്തിന് മറ്റ് എന്തോ താൽക്കാലികമായ സ്വകാര്യമായിട്ടുള്ള എന്തോ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമല്ല, അത്തരത്തിലൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ ഒരു പരിപാടിക്കും എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നൊരു കൃത്യമായ വാചകത്തിലേക്കൊന്നും പോകുന്നില്ല എങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാക്കൾ എന്നെ അറിയിക്കുമല്ലോ, ആ അറിയിപ്പിനനുസരിച്ച് പ്രവർത്തിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പരിഭവം വ്യക്തമാണല്ലോ. ഇത് ഒരു തവണയല്ല ഞാൻ പറഞ്ഞല്ലോ. അല്ല, തൃശ്ശൂരിലെ പരാജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ തന്നെ വേദനിക്കുന്നവരാണ് അവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരും, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ വേദനയുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വ്യക്തിപരമായി ഉണ്ടായ ഒരു വേദന അത് അദ്ദേഹം ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. അതിനപ്പുറമായിട്ട് അതിനെ കാണേണ്ടതായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലപ്പോഴും വളരെ ഓപ്പണായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു രീതിയാണുള്ളത്. മറ്റുള്ള കേഡർ രാഷ്ട്രീയ പാർട്ടികളെ പോലെയൊന്നുമല്ല. അപ്പോൾ അത്തരം ഒരു വ്യത്യാസം എന്നല്ലാതെ അതിനെ അധികമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വളരെ സജീവമായി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോൺഗ്രസിന് ഇനി ആവശ്യമുള്ളതാണ്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇവിടെ ഓരോ കാര്യവും ഏറ്റവും കൃത്യമായ രീതിയിലുള്ള വിശകലനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആസന്നമായിരിക്കുന്ന വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ നേരിടണം, അതിനുശേഷം ഏതാണ്ട് 60 ദിവസത്തിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനെ ഏത് തരത്തിലാണ് നേരിടേണ്ടത്, ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസവുമുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ രാജ്യത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകിയ ഒന്നാണ്. കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തന രംഗത്താണ്. അപ്പോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ, ഇന്നിപ്പോൾ ബഹുമാന്യനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത്
ഇതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള ആളുകൾ ഒരു പ്യൂരിഫിക്കേഷന് ശേഷമുള്ള കോൺഗ്രസ് ആണ്. കാരണം പണം കൊടുത്തും അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾ പറഞ്ഞും ഭാരതീയ ജനതാ പാർട്ടി അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച പല ആളുകളും അവരെല്ലാവരും പോയവരെല്ലാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ ശരിയായ രീതിയിലുള്ള ഒരു ജനാധിപത്യ രീതി രാജ്യത്ത് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ആദ്യം 1-2 തവണയൊക്കെ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയും, പക്ഷെ അത് നിരന്തരമായി കഴിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദേശീയാടിസ്ഥാനത്തിൽ ശരിയാണ്. പക്ഷേ ദേശീയാടിസ്ഥാനത്തിൽ BJPക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ കേരളത്തിൽ BJP ശക്തി പ്രാപിച്ചു എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ് ദീപ്തി. അതാണ് പരിശോധിക്കുന്നത്. ആനന്ദ് കൊച്ചുകുടി 2019 കോൺഗ്രസിന് മിന്നുന്ന വിജയമായിരുന്നു. എന്നിട്ട് 2021 എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മുന്നേറാനും അടുത്ത പടി എന്താണ്, അടുത്ത ആലോചനകൾ എങ്ങനെ വേണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാനും CPIM-ന് അറിയാം. അപ്പോൾ CPM-നെ വിമർശിക്കുകയല്ല നമ്മൾ വേണ്ടത് എന്ന് കോൺഗ്രസ് പറയുമ്പോഴും കോൺഗ്രസിനെ വിമർശിക്കാനും കോൺഗ്രസിനെ പിഴവുകൾ തിരുത്താനുമല്ലേ ശ്രമിക്കേണ്ടത്? 2026 കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണെന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? ഇപ്പോഴുള്ള മിന്നുന്ന വിജയം എന്ന് പറയുമ്പോഴും തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുകയാണ്. ആലത്തൂരിനേക്കാൾ തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു. തൃശ്ശൂരിൽ എങ്ങനെയൊക്കെയാണ് അവിടെ BJP വോട്ട് കൂട്ടിയത് എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ പഠിക്കുന്നതെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, ആലത്തൂരും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ചാലക്കുടി സീറ്റ് വേറൊരു മണ്ഡലമാണ്. ഞാൻ വളരെ ശ്രദ്ധാപൂർവം നോക്കിയ ഒരു മണ്ഡലം. കാരണം അതിന്റെ കുറെ ഭാഗങ്ങൾ എറണാകുളം ജില്ലയിൽ പെട്ടതാണ്. എറണാകുളം ജില്ലയിലെ ആ സീറ്റുകളിൽ കുന്നത്തുനാട് ഒഴിച്ചാൽ അവിടെ അധികം വോട്ട് ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയ നിയോജക മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അതിൽ തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ നോക്കിയാൽ കാര്യമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട്. ആലത്തൂരിന്റെയും കുറെ ഭാഗം തൃശൂർ ജില്ലയിലാണ്. അപ്പോൾ തൃശൂർ ജില്ലയിൽ കാര്യമായിട്ട് BJP 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു ജില്ലയാണ് തൃശൂർ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മധ്യ കേരളത്തിൽ തൃശൂർ പോലെയുള്ള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ടാണ് CPM-ന് അവിടെ ഇത്രയും സീറ്റുകളൊക്കെ ജയിക്കാൻ പറ്റുന്നത്. 2001 വരെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സീറ്റുകൾ ജയിച്ചിരുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കുത്തക സീറ്റുകളായിരുന്ന പല സീറ്റുകളുമാണ് ഇപ്പോൾ BJP പോലും അവിടെ ഇത്രയും വളരുന്നത്. കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് വരെ കൊണ്ടുപോകാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ കെൽപ്പുള്ള തരത്തിലുള്ള വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തൃശൂർ ജില്ല ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ല തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ ദുർബലമായി? കരുണാകരന്റെ തട്ടകമായിരുന്ന ആ ജില്ല, പനമ്പള്ളി ഗോവിന്ദമേനോന്റെ ഒക്കെ തട്ടകമായിരുന്ന ജില്ല, അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്രയും ശോഷിച്ചതെന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഈ 2019 ശേഷം 2021 പോയപ്പോൾ അന്ന് മുല്ലപ്പള്ളിയൊക്കെ 2020 എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ 2021 പാഠം ഇപ്പോഴും കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ 2019 ശേഷം ഉണ്ടായതുപോലെ തന്നെ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കോൺഗ്രസിനെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ എത്ര കാലമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ പുനഃസംഘടന എന്ന് പറയുന്ന കാര്യം അത് ഒരിടത്തും എത്താതെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയമായപ്പോൾ പിരിച്ചുവിട്ട കമ്മിറ്റികളെല്ലാം വീണ്ടും തിരിച്ച് കടലാസിൽ അവരെയൊക്കെ വീണ്ടും ഇറക്കി. കാരണം വേറെ ആരുമില്ല, പ്രവർത്തിക്കാൻ ആൾ വേണം. പക്ഷെ അവരൊന്നും പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കില്ല. കാരണം അവരുടെ ടേം കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ അവർക്കിനി വീണ്ടും അവരെത്ര നന്നായി പെർഫോം ചെയ്താലും അവർക്ക് തന്നെ ആ സ്ഥാനങ്ങളിലേക്ക് വരാമെന്ന് അവർക്കൊരു പ്രതീക്ഷയുമില്ല. പിന്നെ താഴെ തട്ടിൽ ഈ CUC എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ ചേർത്തല ഭാഗത്ത് എവിടെയൊക്കെയോ കുറച്ച് CUCകൾ ഉണ്ടാക്കിയത് ഒഴിച്ചാൽ വേറെ ഈ CUCകൾ പോയിട്ട് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല. ഇന്ന് മുരളീധരന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ആ കാര്യം അതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത തവണ BJP അവിടെ കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ജില്ല, തലസ്ഥാനം, തൃശ്ശൂർ പോലെയുള്ള ജില്ല, അവിടെയൊക്കെ കോൺഗ്രസിന് സീറ്റുകൾ കിട്ടാതെ എങ്ങനെ കോൺഗ്രസ് ജയിക്കും? ഈ പാർലമെന്റ് സീറ്റുകളിൽ 18 സീറ്റുകൾ ജയിച്ചു എന്ന് UDF പറഞ്ഞാൽ അത് നേരെ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതെന്തായാലും അങ്ങനെ വരില്ലല്ലോ. കഴിഞ്ഞ 2009 മണ്ഡല പുനർനിർണയത്തിൽ തന്നെ ഇവിടെ CPM-ന് ഒരു പണിയും ചെയ്യാതെ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ 50-ൽ കൂടുതലുണ്ട്.
അപ്പോൾ അത് ഇപ്പൊ BJP അവിടെയൊക്കെ ചിലയിടത്തൊക്കെ വളർന്നിട്ടുണ്ട്, CPM ഇത്തിരി വെല്ലുവിളിയായിട്ടുണ്ട്. പക്ഷെ അവിടത്തെയൊക്കെ ഈ കോൺഗ്രസിന്റെ ഉയർച്ച അല്ലെങ്കിൽ അവരുടെ നില അവർ നന്നാക്കുന്നില്ല. അവിടെയൊക്കെ CPM നിന്ന് വോട്ടുകൾ നേരെ പോകുന്ന BJPയിലേക്കാണ്, അല്ലാതെ അത് കോൺഗ്രസിലേക്ക് വരുന്നില്ല. ഈഴവ വോട്ടുകളിലേക്ക് കോൺഗ്രസ് കടന്നു കയറാൻ ശ്രമിച്ചിട്ട് അതിലേക്ക് BJP ആണ് കടന്നു കയറുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസിന് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ആ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തവണ 2021 പ്രത്യേകിച്ചും CPMന്റെ പിന്നിൽ അണിനിരന്നു, തിരുവിതാംകൂർ ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും. അത് ഇപ്പോൾ ലീഗിനെ പിളർത്തി അല്ലെങ്കിൽ സമസ്തയെ പിളർത്തി അങ്ങനെ കുറെ മുസ്ലിം വോട്ടുകൾ LDFിലേക്ക് കൊണ്ടുവന്ന് മൂന്നാം ഭരണം എന്നൊക്കെയുള്ള പിണറായി വിജയന്റെ ആ സ്വപ്നം ഒന്ന് ഇല്ലാതായി എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കാര്യവുമില്ല ശരിക്കും. അപ്പോൾ കോൺഗ്രസിന് താഴെത്തട്ടിൽ പ്രവർത്തകരില്ല. അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇപ്പോ ചില നേതാക്കളുടെ പേരിലോ അല്ലെങ്കിൽ ചില കോളേജുകളിൽ ഭരണം പിടിക്കുന്നു എന്നൊക്കെ ഒഴിച്ചാൽ അവരൊന്നും കാര്യമായിട്ടൊരു പ്രവർത്തനം നടത്തുന്നില്ല. താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവർക്കൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ചില നേതാക്കളുടെ ക്യാമ്പുകളായിട്ട് സാറ്റലൈറ്റുകളായിട്ട് മാറുന്നു. ഇപ്പൊ 2021 ശേഷം ഇവിടെ പുതിയ പ്രതിപക്ഷ നേതാവുണ്ടായി, പുതിയ KPCC അധ്യക്ഷനുണ്ടായി. പുതിയ പ്രതിപക്ഷ നേതാവിനെ കൈപൊക്കി നോക്കിയപ്പോൾ രമേശ് ചെന്നിത്തലയേക്കാൾ കുറഞ്ഞ പിൻബലമുള്ള സതീശനെയാണ് അന്ന് അട്ടിമറിയിലൂടെ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തത്. അതൊരു അട്ടിമറിയായിരുന്നു. പക്ഷേ എല്ലാവരും കരുതി അതൊരു നല്ല കാര്യമാണ്, കാരണം കോൺഗ്രസിനൊരു മാറ്റം വേണം. പക്ഷേ അപ്പോൾ അതിനുശേഷം പക്ഷെ കോൺഗ്രസ് ഈ നിയമസഭയിലെ പെർഫോമൻസ് ഒഴിച്ചാൽ കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ കാര്യമായിട്ടൊന്നും മെച്ചപ്പെടുത്താൻ സതീശനോ സുധാകരനോ കഴിഞ്ഞിട്ടില്ല. അത് സുധാകരന്റെ തോൽവിയാണ് അതിൽ, അല്ലെങ്കിൽ സുധാകരന്റെ പോരായ്മയാണ് അതിൽ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത്. പക്ഷേ സതീശനും സുധാകരനും തമ്മിലുള്ള ആ ഒരു ബന്ധം പോലും നന്നായി കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ 18 സീറ്റുകൾ ജയിച്ചു എന്ന് പറയുന്നതൊക്കെ വെറുതെ ഒരു പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ നാമാവശേഷമായിട്ടുള്ള അവസ്ഥയാണ്. അത് ലീഗ് ഉള്ളതുകൊണ്ട് മലബാറിലും ഒക്കെ കുറെ സീറ്റുകൾ അവർക്ക് ജയിക്കാൻ പറ്റിയാൽ പോലും തിരുവിതാംകൂർ, കൊച്ചി ഭാഗങ്ങളിൽ അവർക്ക് കാര്യമായിട്ട് പണിയെടുത്തില്ലെങ്കിൽ 2026 കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും. ശരി, N. ശ്രീകുമാർ, താങ്കൾ എത്രത്തോളം യോജിക്കുന്നു? ഇപ്പോൾ ഈ ക്യാമ്പ് എത്രത്തോളം പാർട്ടിക്ക് ഉണർവ് നൽകുമെന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? 2026 കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? സ്മൃതി, തെരഞ്ഞെടുപ്പിന് ശേഷം മൊത്തത്തിൽ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ, ഞാൻ എല്ലാ ദേശീയ തലത്തിലാണ് പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് മുമ്പും ഇന്ത്യ മുന്നണിക്ക് ശേഷവും എന്ന രീതിയിൽ നമ്മൾ കോൺഗ്രസിനെ കാണണം. ഇന്ത്യ മുന്നണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവല്ലാതെ അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രകടനങ്ങളുടെ പേരിൽ മാത്രം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു കാലം. പക്ഷേ സംഘടനാപരമായ ആ ഹൈക്കമാൻഡ് എന്ന ആ ഒരു ബഹുമാനം പല നേതാക്കൾക്കും കൊടുക്കാൻ വൈമനസ്യം ഉണ്ടായിരുന്നൊരു കാലം. ഇന്ത്യ മുന്നണി നല്ല പ്രതിപക്ഷമാവുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 13 ഏതാണ്ട് 11 അങ്ങാണ്ട് കോൺഗ്രസ് മുന്നണി ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ പ്രസക്തിയേറുന്നു. അതായത് ഇനി ഒരു നേതാവിനും പഴയ പോലെ വാളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഹൈക്കമാൻഡ് പഴയ കാലത്തെ പോലെ ശക്തമായി. ഇപ്പോൾ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ നടത്തിയ നിരീക്ഷണം ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് ശക്തിപ്പെട്ടതിന് മുമ്പുള്ള നിരീക്ഷണമാണ്. ഇപ്പോൾ ആ നിരീക്ഷണത്തിൽ യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവിടെ ഈ ക്യാമ്പ്, KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയാണ്. സുധാകരൻ വന്ന ശേഷം കേഡർ സ്വഭാവത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു രീതിയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ്. പഴയ കാലത്ത് മണ്ഡലം തലം മുതൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ചരൽക്കുന്ന് ക്യാമ്പുകളെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാവും സ്മൃതിക്കൊക്കെ. ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വെറും മൊത്തം ക്രീമായിട്ടുള്ള, അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയാവുന്ന ലീഡർഷിപ്പാണ്. അതായത് KPCC എക്സിക്യൂട്ടീവും അതുപോലെ ജനറൽ സെക്രട്ടറിമാരും, KPCC സെക്രട്ടറിമാരും ഒരുമില്ല, MLA മാരും. ഇതിൽ അവർ ഉദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നത്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇനി പ്രവർത്തിക്കാനായിരിക്കാം. അപ്പോൾ ഒരു ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ താഴെ തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് KPCCയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല.
കാരണം കോൺഗ്രസ് ശക്തമായി പഴയ പോലെ സോണിയാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പ്രതാപകാലത്തേക്ക് പാർട്ടി എത്തുന്നു എന്നൊരു തോന്നൽ ഈ നേതാക്കൾക്കുണ്ടാകുമ്പോൾ അവർ മൗനം പാലിക്കുകയും അച്ചടക്കം പാലിക്കുകയും ചെയ്യും. അതാണൊരു ഗുണം. വയനാട്ടിലത്തെ ഈ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം ഞാൻ 2-3 കാണുന്നത്. ഒന്ന്, അവരുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു വിഷയമുണ്ട്, അത് ഈ പുനഃസംഘടനയാണ്. രണ്ടാമത്തെ കാര്യം തദ്ദേശ ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് തൃശ്ശൂരും ആലത്തൂരും മാത്രമായിട്ട് മാറിയേക്കാം. തൃശ്ശൂർ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സ്മൃതി പറഞ്ഞു മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന്. മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി KPCCയുടെ ഒരു തലത്തിലുള്ള ഉന്നത സമിതിയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ല്ലോ ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ ചോദിക്കുന്നത് ഈ 1.5 മാസത്തിനിടയ്ക്ക് കെ മുരളീധരൻ പറഞ്ഞത് കേൾക്കാനും അതിന്മേൽ ചില ആലോചനകൾ നടത്താനും ചില ഉറപ്പുകൾ നൽകാനും കഴിയുകയാണെങ്കിൽ മുരളീധരൻ പങ്കെടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി ഇതുവരെ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ലാതെ തെറ്റാണ്. കാരണം മുരളീധരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്മൃതിയുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഞാൻ പറയാം. KPCCയുടെ 3 അംഗ സമിതി KC ജോസഫ്, T സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മളുടെ ചന്ദ്രശേഖരൻ, ഇവർ 3 പേരും തൃശ്ശൂർ വന്നിട്ട് 2 തവണ സിറ്റിംഗ് നടത്തി പരാതികൾ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ തോറ്റത് ഒന്നാമത്തെ പ്രധാന തോൽവിയുടെ കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണ്. അത് BJPയുടെ വിജയമായിട്ട് CPM കാണിക്കുമ്പോഴും BJPയുടെ വിജയമായിട്ട് കാണാൻ കഴിയില്ല സ്മൃതി, സംശയം വേണ്ട കാര്യത്തിൽ. അത് സുരേഷ് ഗോപിക്ക് പകരം വേറൊരാളായിരുന്നെങ്കിൽ അവിടെ തോൽക്കുമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഞാൻ കടക്കുന്നില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ അടക്കം കൊണ്ടുവന്ന് വോട്ടർമാരാക്കുക എന്നൊക്കെയുള്ള തന്ത്രങ്ങളിലേക്ക് BJP കടന്നിരിക്കുന്നു. അത് കാണാതെ പോയി എന്നുള്ളിടത്താണ് നിങ്ങളുടെ സംഘടനാ ദൗർബല്യം വ്യക്തമാകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സംഘടനാ ദൗർബല്യമുള്ള ജില്ലയായി തൃശ്ശൂരിനെ കാണുന്നു എന്നാണ് മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത്. അത് ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ 56,000 വോട്ടർമാരെ ചേർത്തത് കോൺഗ്രസും അറിഞ്ഞില്ല. മാത്രമല്ല കോൺഗ്രസ് അല്ല അറിഞ്ഞില്ല എന്നുള്ള പോട്ടെ, കേഡർ പാർട്ടിയൊന്നുമല്ല, കേഡർ സ്വഭാവത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. CPM അറിഞ്ഞില്ല, CPI അറിഞ്ഞില്ല. കാരണം അത് ചേർത്തത് BJP അല്ല. അതാരും മനസ്സിലാക്കുന്നില്ല. വോട്ട് ചേർത്തത് BJPയുടെ നേതൃത്വത്തിലല്ല, സുരേഷ് ഗോപിയുടെ ഒരു ടീമുണ്ട് തൃശ്ശൂര്. ആ ടീം വളരെ ശക്തമായിരുന്നു. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പ്രസ്ഥാനങ്ങൾ നിന്നു, ഒരുപാട് വ്യക്തികൾ നിന്നു. രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, വ്യവസായികളുണ്ടായിരുന്നു, ഈ ഹൈന്ദവ സംഘടനകളുടെ വക്താക്കളുണ്ടായിരുന്നു, ക്രൈസ്തവ സംഘടനകളുടെ പ്രമുഖരുണ്ടായിരുന്നു. ഇതൊക്കെ കാണണമല്ല, അത് BJP അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പല കാരണങ്ങളുണ്ട്. അത് കോൺഗ്രസിനെ പോലെ ഇടതുമുന്നണിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണല്ലോ VS സുനിൽകുമാർ നടത്തുന്ന പ്രസ്താവനകൾ. ഇപ്പോൾ മേയറും CPMും തമ്മിലുള്ള ആ ഒരു മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബാന്ധവം, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്ന് നിർത്താം. അതായത് ഇപ്പോൾ KPCCയുടെ ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവോടെ നടക്കുമ്പോൾ 2 കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് വരും. ഒന്ന്, തദ്ദേശ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനം കൊണ്ട് നടക്കില്ല. 2, പുനഃസംഘടന ഇല്ലാണ്ട് തദ്ദേശ ഇലക്ഷനിൽ ജയിക്കാനും പറ്റില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത്, UDF ജയിച്ചത് ജനങ്ങൾ ഉണ്ടാക്കിയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ജനങ്ങൾ ഉണ്ടാക്കിയ അജണ്ട? അത് LDF ഗവൺമെൻറ് വിരുദ്ധമാണ്. അത് തദ്ദേശ ഇലക്ഷനിൽ പ്രതിഫലിക്കണമെന്നില്ല, കാരണം അവിടെ വാർഡിലത്തെ ജനസ്വാധീനം ഭയങ്കരമാണ്. അങ്ങനെ വരുമ്പോൾ സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ കോൺഗ്രസ് ശക്തമാക്കണം. അത്തരത്തിലൊരു തീരുമാനം ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എടുത്താൽ മാത്രമേ തദ്ദേശ ഇലക്ഷനിലെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കാൻ കഴിയുകയുള്ളൂ. അത് ലോക്സഭാ ഇലക്ഷനിലെ 18 സീറ്റുകളിലെ വിജയം ജനങ്ങളുടെ പൊതു അജണ്ടയുടെ പരിപാടി ഭാഗമായിരുന്നുവെങ്കിൽ തദ്ദേശ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ വാർഡ് തലത്തിൽ, മണ്ഡലം തലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരുടേതായ അജണ്ട രൂപപ്പെടുത്തി വാർഡുകളിൽ സജീവമാകണം. അതിനുവേണ്ടി ഈ സംഘടന ശ്രമിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവിടെ ഇനി പരസ്യ പ്രസ്താവന കൊണ്ട് ഗുണം പറ്റില്ല, കാരണം ഹൈക്കമാൻഡ് ശക്തമായി. ശരി ദീപ്തി, ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര കാലമായി ചർച്ച ചെയ്യുന്നു? അതിലേക്ക് കടക്കാനേ പറ്റാത്തൊരവസ്ഥ കോൺഗ്രസിനുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പുറമേയുള്ളവർ, കോൺഗ്രസിന് പുറത്തുള്ളവർ പരിഹസിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് പണിയെടുത്തിട്ടല്ല കോൺഗ്രസ് വിജയിക്കുന്നത്. എപ്പോഴും ഭരണപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ട്, അവരുടെ ദൗർബല്യം കൊണ്ട്, ഭരണവിരുദ്ധ വികാരം കൊണ്ട് അത് നിങ്ങൾക്ക് നേട്ടമാകുന്നു, അതിൽ നിങ്ങൾ വിജയിച്ചു കയറുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കോൺഗ്രസിനുണ്ട്, അല്ലാതെ നിങ്ങൾ പണിയെടുത്തിട്ടല്ല എന്ന്. ഇപ്പോൾ 2026 വരുമ്പോൾ പണിയെടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി എന്ന താരമായതുകൊണ്ട് തൃശ്ശൂരിൽ ജയിച്ചു എന്ന്. അങ്ങനെ അതിനെ ചുരുക്കി കാണേണ്ടതില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ താരങ്ങളടക്കം കോൺഗ്രസിലേക്ക് കൂടുതൽ പേർ വരാൻ ആഗ്രഹിച്ചാൽ, അതായത് അറിയപ്പെടുന്ന മുഖങ്ങൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചാൽ ഒന്നടങ്കം തടയുന്ന ഒരു സമീപനം കോൺഗ്രസിനുണ്ട്.
അങ്ങനെ ഇപ്പോൾ അങ്ങനെ താരമായി ഒരു സെലിബ്രിറ്റിയായി ആകെയുള്ളത് ശശി തരൂരാണ്. അങ്ങനെയല്ലാതെ കൂടുതൽ പേർ വരാൻ ആഗ്രഹിച്ചാലും അവരെ തടയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞു. അതിൽ പ്രത്യേക പേരൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും. അതിനുകൂടി ചേർത്തുള്ള മറുപടി. നോക്കൂ, ഇവിടെ ആദ്യം ഈ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം CUCയെ കുറിച്ച് പറഞ്ഞു, പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പം സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-ഓ BJP-യോ പോലെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കേഡർ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിയിലല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം ഒരു കാലത്തും. പിന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ചെറുതാക്കി കാണാമോ എന്നറിയില്ല. കോൺഗ്രസിന്റെ വിജയത്തെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ചെറുതായി കാണുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം തീർച്ചയായിട്ടും ആന്റി എൻകംപൻസി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആന്റി എൻകംപൻസി എന്ന് പറയുന്ന ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയാണോ താങ്കൾ ഭാഗ്യം എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് അത്തരത്തിലുള്ള ഒരു ആന്റി എൻകംപൻസി ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ചില മേഖലകളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ വീഴ്ചകൾ വന്നത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ വെച്ചിരിക്കുന്നതും കൂടിയാലോചനകൾ നടത്തുന്നതും. അപ്പോൾ ചില മേഖലകളിൽ വന്ന വീഴ്ചകൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി അതിന് പരിഹാരം കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു KSUവിനെ കുറിച്ചും യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കേരള വിദ്യാർത്ഥി യൂണിയൻ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത പോലെയുള്ള വലിയ വിജയം, ഒരു കാലഘട്ടത്തിൽ SFI നേടിക്കൊണ്ടിരുന്ന ഒരു വലിയ വിജയം ഇപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ നേടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം SFI എന്ന സംഘടനയുടെ അട്രോസിറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? സിദ്ധാർത്ഥുമാരെ സൃഷ്ടിക്കുന്ന, അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പോലീസിന് നേരെ നിയമം കയ്യിലെടുക്കുന്ന, എന്ന് വെച്ചാൽ പോലീസിന് പകരമായി പ്രവർത്തിക്കുന്നത് SFI പറയുന്ന ചൊൽപ്പടിയിൽ നിൽക്കുന്ന പോലീസ് സേനയെ നമ്മൾ കാണുകയാണ്. അതിന് പാർട്ടി വഴങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഇഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ മാതാപിതാക്കൾ, അവരൊക്കെ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും വിജയം നേടുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതൃത്വ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. സ്ത്രീകളൊക്കെ വളരെ ശക്തമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംഘടനാ തലത്തിൽ കോൺഗ്രസ് നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് നിലവിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വീഴ്ചകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകും. അത് കോൺഗ്രസിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുവാൻ താങ്കളെപ്പോലുള്ളവർ തയ്യാറാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഏതൊക്കെയായിരിക്കും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? ഇന്ന് ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ, നമുക്കറിയാമല്ലോ, മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകളുടെ സമരം, ആ സമരം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് ഭരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, PSC കോഴ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചി നഗരസഭയിലുണ്ട്. പല നഗരസഭകളുടെയും വീഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ശരിയായ തദ്ദേശ സ്ഥാപനങ്ങളെ തകർത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് നിലവിലിരിക്കുന്നത്. വളരെ വളരെ ശക്തമായിട്ട് ഇപ്പം CPM-ന്റെ പല നേതാക്കന്മാരും തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, അവർക്ക് ഫണ്ട് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇതെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റ് വന്നതിന് ശേഷം, ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. എവിടെയാണ് പുതിയ പ്രവർത്തനങ്ങൾ, എവിടെയെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഈ ശക്തമായ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, ഓപ്പറേഷൻ അനന്ത, അത്തരം കാര്യങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള ശ്രദ്ധയും നഗരസഭകൾ, LDF ഭരിക്കുന്ന നഗരസഭകൾ കാണിക്കാതിരിക്കുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള LSGD എന്ന് പറയുന്ന വകുപ്പ്, ബഹുമാനപ്പെട്ട MP രാജേഷ് കൈകാര്യം ചെയ്യുന്ന, മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, അത് തയ്യാറാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ആന്റി ഇൻകം സർക്കാർ ചെയ്യുന്ന വീഴ്ചകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് കോൺഗ്രസിന് അത്തരത്തിൽ പ്രചരണം നടത്തുന്നതിന് ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാലോ, ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റു പല മണ്ഡലങ്ങളിലും വരാതിരുന്നത്? മറ്റു പല മണ്ഡലങ്ങളിലും എന്തുകൊണ്ടാണ് BJPക്ക് അത്തരത്തിൽ വോട്ട് ലഭിക്കാതിരുന്നത്? അപ്പോൾ അവിടെ നടന്നത് അതിനെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമായി മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അവിടെ സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി, അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. BJPക്ക് പോലും BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ പോലും പിന്നെ അവരെ പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സുരേഷ് ഗോപി നടത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷം. ഇത് എൻ്റെ വ്യക്തിപരമായ വിജയമാണ് എന്ന് അദ്ദേഹം എത്രയോ തവണ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന വോട്ട് ഷിഫ്റ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് പഠിക്കും. അവിടെ ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഒരു തട്ടകമായിരുന്നു. പക്ഷേ പലപ്പോഴും അത് സംഘടനാ പ്രവർത്തനത്തിൽ കൈമോശം വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ പുതിയ ആളിന് ചാർജ് കൊടുക്കുന്നു. പുതിയ ഈ കമ്മീഷനെ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പഠനം നടത്തുന്നു. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ദീപ്തി ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പറഞ്ഞു. പക്ഷേ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ 2026 പിടിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലൊരു ഐക്യം വേണമല്ലോ. നേരത്തെ ആനന്ദ് കൊച്ചുകുടി ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. ഇവിടെ VD സതീശനും K സുധാകരനും തമ്മിൽ എത്രത്തോളം ഐക്യമുണ്ട്? ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയുണ്ട് എന്ന് പോലും കേൾക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല. K സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ ഇവർ പരസ്പരം ഒരുമിച്ച് തന്നെ വന്ന വേദികളിൽ പരസ്പരം എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്, എങ്ങനെ അകലമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൂടോത്രം വിഷയം വന്നപ്പോൾ അതിൽ ഒരു ഭാഗത്ത് K സുധാകരൻ തന്നെ വിഷയമാകുന്ന ഘട്ടത്തിൽ VD സതീശൻ അതിൽ നിന്ന് ഒഴിയുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ. ഞാൻ നോക്കൂ, ഇവിടെ ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അഭിപ്രായമുണ്ടാകും. അതിനെയൊന്നും ഇത്ര വലിയ കാര്യമായി കാണേണ്ടതായിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ക്യാമ്പിൽ വന്ന നിങ്ങളുടെ ക്യാമറാമാനോട് ചോദിച്ചാൽ മതി അത് എങ്ങനെയായിരുന്നു അവരവിടെ ഇരുന്നതെന്നുള്ളത്. ഇവിടെ അത്തരത്തിലുള്ള യാതൊരു സ്പർദ്ധയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒരുമിച്ച് തന്നെ കൂടിയാലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഇല്ലാതിരിക്കുന്നത്? എല്ലാ കാര്യത്തിലും പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരേ അഭിപ്രായക്കാരാണോ? എത്രയോ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. EP ജയരാജന്റെ അഭിപ്രായമാണോ P ജയരാജനുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഉണ്ടാകും. പക്ഷെ അതൊക്കെ എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഒരുമിച്ച് പോകുവാനുള്ള ആർജവം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഒരു പരിധിവരെ BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരെ കേരളത്തിലെയെങ്കിലും മാധ്യമങ്ങൾ നൽകിയ വലിയ ഒരു പിന്തുണയെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പലരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ വളരെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം. കാരണം ഒരു രാജ്യം വലിയൊരു വർഗീയ ശക്തിയുടെ കയ്യിലേക്ക് അമരുന്നു എന്നുള്ളതിനെ വളരെ നിഷ്പക്ഷമായി കണ്ടുകൊണ്ടുള്ള വിശകലനങ്ങൾ ഉണ്ടായത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ നിയമസഭയിൽ എത്ര ശക്തമായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഓരോ കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടിരുന്നത്, ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. പുറത്തു നടന്ന സമരങ്ങളിൽ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ K സുധാകരന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരങ്ങൾ നടന്നിട്ടില്ല. എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇനി അതിൽ
എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങളിൽ എന്തെങ്കിലും കൈമോശം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ തയ്യാറാണ്. അതെല്ലാം തിരുത്താനുള്ള പൂർണ്ണ മനസ്സോടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണം, ജനവിരുദ്ധ ഭരണത്തിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ബി ജെ പിയുടെ ഒരു കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ കണ്ടിരുന്ന ഒരു ബി ജെ പിയുടെ നേതൃത്വത്തെ അല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും മാതൃകയായി കാണേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധിയെ എത്രയോ അധികം ആക്ഷേപിച്ച് അപഹസിച്ച സ്മൃതി ഇറാനി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ, അവരെ ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ആക്ഷേപിക്കരുത് എന്ന് പറയാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ നിങ്ങളുടേതായാലും കോൺഗ്രസിൻ്റെതായാലും CPM-ൻ്റെതായാലും അടിസ്ഥാന വോട്ടുകളാണ് BJP-യിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകൾ എടുക്കുമ്പോൾ CPM-നെ സംബന്ധിച്ച് അവരെ പിന്തുണച്ചിരുന്ന ഈഴവ വോട്ടുകൾ എത്രത്തോളം അങ്ങോട്ട് പോയി എന്നുള്ള കണക്കുകൾ അവർ എടുക്കുന്നുണ്ട്. അതിൽ ആശങ്കപ്പെടുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അതിൽ പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ NSS സാധാരണഗതിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ NSSന്റെ നിലപാടുകളും ഭാവിയിൽ പല ഘട്ടങ്ങളിലും BJP-ക്ക് അനുകൂലമായി പരോക്ഷമായിട്ടല്ലെങ്കിലും ചില സമീപനങ്ങൾ എടുത്തിട്ടുള്ളതാണ് NSS. ഭാവിയിൽ എന്താകും എന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ എത്രത്തോളം കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്? ഈ തരത്തിൽ ഉള്ള സംവിധാനം, അതായത് അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുന്നതിൽ എത്രത്തോളം ആലോചന നടത്തുന്നുണ്ട് BJP-യിലേക്ക് പോകുന്നതിൽ? നോക്കൂ സ്മൃതി, നിങ്ങളിതിൽ NSSൻ്റെ വോട്ടുകൾ കോൺഗ്രസ്സിന് പോയിട്ടില്ല, UDF-ന് പോയിട്ടില്ല. ഈഴവരുടെ വോട്ടുകൾ സാധാരണത്തിൽ കോൺഗ്രസ്സിന് കിട്ടുന്നത് പോയിട്ടില്ല. മിക്കവാറും വോട്ടുകളെല്ലാം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിലെ കാര്യം മാത്രം എടുത്താണ് സ്മൃതി ചോദിച്ചതിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഇപ്പം അവരുടെ വേർതിരിച്ച് കാണുന്നത് എന്താണ്? ഈഴവ വോട്ട് പോയി, ക്രിസ്ത്യൻ വോട്ട് പോയി, മുസ്ലിം വോട്ട് പോയി എന്നൊക്കെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ജാതി തിരിച്ച് വോട്ട് തിരിക്കേണ്ടി വന്നത് അവരുടെ ഒരു വളർച്ചയുടെ ആണോ അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ എൻ ശ്രീകുമാർ, ഇവിടെ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലെ ഒരു യാഥാർത്ഥ്യം അതാണ് എന്നൊരു വസ്തുത കൂടി ഉണ്ടല്ലോ. ആ രൂപത്തിലാണ് എല്ലാ ആലോചനകളും പോകുന്നതെന്ന് പിന്നോട്ട് നടക്കുന്നവരാണ് എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ കണക്കെടുക്കേണ്ടി വരും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല, കൂടി ഇപ്പോൾ വിജയിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും BJP പടിപടിയായി അവരുടെ വോട്ട് ഷെയർ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിൽ കോൺഗ്രസിൻ്റേതുമുണ്ട്, CPM-ൻ്റേതുമുണ്ട്. അല്ല, BJP പടിപടിയായിട്ട് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന പോലെ, ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ, രണ്ട് പാർട്ടികളുടെ കോൺഗ്രസ് വിരുദ്ധതയാണ്. ഒന്ന് ഭരിക്കുന്ന CPM-ൻ്റെ CPI-യുടെ, രണ്ട് BJP-യുടെ. ഇപ്പോൾ കേരളത്തിൽ ഇടതുമുന്നണി മൊത്തം കോൺഗ്രസിനെതിരാണ്, BJP മൊത്തം കോൺഗ്രസിനെതിരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുമുന്നണിയുടെ വോട്ട് BJP-ക്ക് ചെയ്താൽ കോൺഗ്രസിൻ്റെ ശക്തമായ വിരോധികൾ അത്ഭുതപ്പെടാനില്ല. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, തൃശ്ശൂർ പോയത് വലിയ തോൽവിയാണ് സ്മൃതി, സംശയം വേണ്ട. തൃശ്ശൂരിൽ കോൺഗ്രസ് നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ തൃശ്ശൂരിൽ കോൺഗ്രസിന് അപജയം ഉണ്ടായത് പെട്ടെന്നല്ല. 10-15 വർഷമായിട്ട് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ മരവിച്ച് കിടക്കുകയാണ്, വോട്ട് പോയിട്ടില്ല. ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നു. 2016 ജയിച്ചു, 2021 ജയിച്ചു, ഇപ്പോൾ 2019 ജയിച്ചു, 24 ജയിക്കുന്നു. അതിന് മുമ്പ് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലോക്സഭകളിൽ. എന്തുകൊണ്ട് നിയമസഭകളിൽ പരാജയപ്പെടുന്നു? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ആ ഒരു മടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ. കൂടുതൽ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുന്ന ചെറുപ്പക്കാർ തൃശ്ശൂരിൽ വളർന്നു വരുന്നില്ല.
അത് യാഥാർത്ഥ്യമാണ്. സത്യം, ഞാൻ ഈ സത്യം ഒരു കോൺഗ്രസ് അനുഭാവിയായ എനിക്ക് സത്യം തുറന്നു പറയേണ്ടി വരികയാണ്. തൃശ്ശൂരിൽ കോൺഗ്രസിന് നിർത്താൻ പറ്റാവുന്ന സ്ഥാനാർത്ഥികൾ ചെറുപ്പക്കാർ വളർന്നു വരുന്നില്ല. സംശയമില്ലാത്ത കാര്യമാണ്. വളരാൻ അനുവദിക്കാത്തതോ? വളർത്താത്തതല്ല, വളരാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമില്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പുതുതായി ചിലർക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പാർട്ടിയിലെ ചില നേതാക്കളെങ്കിലും തടസ്സം നിൽക്കുകയാണെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. അത് സെലിബ്രിറ്റികളുടെ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രം. അല്ല, തൃശ്ശൂരിൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. കാരണം എന്താ വെച്ചാൽ വളർന്നു വരുന്ന നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാനേ ഇവിടെ ആളുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നേതൃതലത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം അത് പിന്നെ ചെറുതായിട്ടൊക്കെ എല്ലാവർക്കൊക്കെ ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളാകാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു മുഖമുള്ളവർ ഇനിയും വളർന്നു വരേണ്ടതായിട്ടുണ്ട് തൃശ്ശൂരിൽ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും എതിർത്തോട്ടെ. പക്ഷേ ഞാനിത് പരസ്യമായിട്ട് പറയുന്നത് കോൺഗ്രസ് അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ വയനാട്ടിലെ ഈ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് എടുക്കേണ്ട തീരുമാനം എന്താണ്? ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും മണ്ഡലം തലത്തിലും എത്ര പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ജനകീയരായി തീരുന്നുണ്ടെന്നുള്ളതാണ്. ജനകീയത എന്നുള്ളത് കോൺഗ്രസ് നഷ്ടപ്പെടുമ്പോഴാണ് വാർഡിൽ CPM ജയിച്ചു പോകുന്നത്. ഇപ്പോൾ നോക്കൂ, സ്മൃതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പൊതു അജണ്ട പോലെ തന്നെ ഈ തദ്ദേശ ഇലക്ഷനിലും പൊതു അജണ്ട ജനങ്ങൾ ഉണ്ടാക്കും. കാരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഭൂരിപക്ഷവും ഭരിക്കുന്നത് CPM ആണ്. ആ CPMൻ്റെ നിലപാടുകൾക്ക് ജനങ്ങൾ എതിരാണ്. പക്ഷേ അവരുടെ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു മുഖം വളർന്നു വരണം. അവിടെ NSSഉം SNDP ഒന്നും ഒരിക്കലും BJP പിന്താങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു സമീപനം ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിലെ പ്രത്യേകത, ഞാൻ സുരേഷ് ഗോപിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം അത് സമ്മതിക്കാത്ത 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് CPMകാർ, 2 നമ്മുടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും. ഈ 2 കൂട്ടർ വെച്ച് ബാക്കി എല്ലാവരും ഞാൻ പറയുന്ന കാര്യം ശരിവെക്കുന്നത്. എന്താ കാരണം എന്നറിയാമോ? ഇവിടെ BJP അല്ല എന്ന് ഞാൻ പറയാൻ കാരണം സുരേഷ് ഗോപി ജയിച്ച ശേഷം BJPയുടെ നയങ്ങളും പരിപാടികളും കൊണ്ടാണ് BJP ജയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മോദി, അമിത്ഷാ. അതിനുശേഷം അദ്ദേഹം പുകഴ്ത്തിയത് ഇന്ദിരാഗാന്ധിയെയും കരുണാകരനെയും നായനാരെയും ഒക്കെയാണ് പുകഴ്ത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ലേ? കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഒരുപാട് BJPയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സുരേഷ് ഗോപി, 2 ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപിയുടെ ടീം ഉണ്ടാക്കിയെടുത്ത ചില സംവിധാനങ്ങളുണ്ട്. അതിനോട് വിശദമായി പറയാൻ സമയമില്ല. ഇതിലൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരും അതുപോലെ സുരേഷ് ഗോപിയിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കുന്നിടത്താണ് നിങ്ങളുടെ കുഴപ്പം. അത് സുരേഷ് ഗോപിയിൽ ഒതുങ്ങണമെന്നില്ല, അതൊരു പുതിയ തന്ത്രമായിരിക്കുമെന്നേ. അല്ല, BJP ഇവിടെ 3 സ്ഥലത്താണ് രാഷ്ട്രീയ പോരാട്ടം നടത്തിയത്. പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. അവിടെ അവരുടെ തന്ത്രം അവിടെ തോറ്റുപോയല്ലോ, അവിടെ ജയിച്ചില്ലല്ലോ, അവിടെ ഫലവത്തായില്ലല്ലോ. തിരുവനന്തപുരത്ത് ഇതുപോലെ തന്ത്രം പയറ്റിയ കാലം ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ട് തോറ്റു? 15,000 വോട്ടാണെങ്കിലും 15,000 വോട്ടാണല്ലോ. അതുപോലെ ആറ്റിങ്ങലിന് 3,000 1000 എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തുകൊണ്ട് തോറ്റു വി മുരളീധരൻ? അതുപോലെ അവരുടെ വോട്ട് എന്തുകൊണ്ട് ആലപ്പുഴയിൽ കൂടിയെന്നുള്ള കാര്യം അവർ തന്നെ തർക്കിച്ച് സമയം കളയുന്നുണ്ട്. അങ്ങനെ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതൊക്കെ വ്യക്തിപരമായി കിട്ടുന്ന കുറേ വോട്ടുകളും സമുദായ വോട്ടുകളൊക്കെ ഉണ്ട്. BJPയുടെ രാഷ്ട്രീയമായ തോൽവിയാണ് 3 സംഭവിച്ചത്. തൃശ്ശൂരിൽ BJPക്ക് രാഷ്ട്രീയ വിജയമില്ല, ഞാൻ അടിത്തറയിട്ട് പറയുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ BJPയുടെ ചിഹ്നത്തിൽ ജയിച്ച്, താമര ചിഹ്നത്തിൽ ജയിച്ച BJP അല്ലാണ്ട് പിന്നെ ആരാ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അപ്പോഴാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത്. 7 അസംബ്ലി മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. 6 BJP ആണ്. ഗുരുവായൂരിൽ മാത്രമേ UDF ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 MLA BJPക്കാരായിട്ട് ഇവിടെ വരുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ അതിന് ഉത്തരം കൃത്യമായി ഉണ്ടോ? ഇല്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJPയുടെ അല്ല, സുരേഷ് ഗോപിയുടെ തന്ത്രങ്ങൾ അത് നിസ്സാരമായിരുന്നില്ല. കാരണം ആർക്കും കണ്ടെത്താൻ കഴിയാത്തൊരു തന്ത്രമായിരുന്നത്. അതിൻ്റെ കാരണം ഒരുപാട് വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ സാമ്പത്തികം വലിയ ഘടകമായിരുന്നു. മറ്റു കക്ഷികൾക്ക്, കോൺഗ്രസിനൊക്കെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാലമായിരുന്നത്. പിന്നെ CPMൻ്റെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അവർ തോൽക്കുമ്പോൾ അവർ സുരേഷ് ഗോപിയിലേക്ക് ചായുന്നത് എന്തുകൊണ്ടാണ്? കരുവന്നൂർ പുറത്തു വരാതിരിക്കാനാണ്. കരുവന്നൂർ വിഷയം പുറത്തു വരാതിരിക്കാനാണ്. അവരുടെ CPMൻ്റെ നേതാക്കളെ ED ചോദ്യം ചെയ്ത് പുറത്തു വരാതിരിക്കാനാണ്. CPMൻ്റെ സുനിൽകുമാറിൻ്റെ തോൽവി സംഭവിക്കാൻ കാരണം എന്താണെന്ന് ഇപ്പോഴും അവർ ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ സുനിൽകുമാർ പറയുന്നു എന്നെ തോൽപ്പിച്ചത് എങ്ങനെയാണെന്ന്. ആ BJPയുടെ സുരേഷ് ഗോപിയുടെ ജയത്തോടൊപ്പം നിൽക്കുന്ന CPMൻ്റെ പിന്തുണയുള്ള മേയറെ മാറ്റൂ എന്ന് CPI പറഞ്ഞിട്ട് എന്തുകൊണ്ട് CPM കേൾക്കുന്നില്ല എന്ന ചോദ്യം വരികയാണ് ഇവിടെ. എന്താ മാറ്റാത്തത്?
എന്താ മാറ്റാത്തത്? ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചത് ഇതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ജയം BJPയുടെ അജണ്ടയല്ല, സുരേഷ് ഗോപിയുടെ വളരെ ഭംഗിയായ ഒരു അജണ്ടയുണ്ട്. ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചപ്പോൾ എങ്കിൽ എടുത്തേ ഇരിക്കുമെന്ന വാശി ഉണ്ടായിരുന്നു. ആ വാശി കണ്ടെത്താൻ കേഡർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിനാണെങ്കിൽ അത് കഴിയാതെ പോയത് സംഘടനാപരമായ ദൗർബല്യം മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ടീമിൽ ഉണ്ടായിരുന്നവർ കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്താങ്ങുന്ന കുടുംബങ്ങളും വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായിരുന്നു. ശരി, ഈ സുരേഷ് ഗോപി എന്നൊരു ഫാക്ടറിൽ ചുരുക്കുകയാണ് ഈ പരാജയത്തെ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, BJP പടിപടിയായി വളരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. 20 വർഷം കൊണ്ട് എത്രത്തോളം അവർ വോട്ട് ഷെയർ കൂട്ടിയെന്നുള്ളത് നമ്മുടെ മുന്നിൽ കണക്കുകളായി തന്നെ മുന്നിലുണ്ട്. ആ നിലയ്ക്ക് BJP ഒരു എതിരാളിയായി കോൺഗ്രസ് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് KC വേണുഗോപാൽ പറയുന്നു CPM-നെ മുഖ്യശത്രുവായി കാണുന്നതല്ല, ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ BJP-യാണ് മുഖ്യശത്രു, അതുകൊണ്ട് BJP-ക്കെതിരായ നിലപാടുകളാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതെന്ന് ഒരു വശത്ത് KC പറയുന്നു. ഇവിടെയാണെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം, ഇടതുപക്ഷത്തിനെതിരെ മാത്രം വാള ഓങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. അല്ല, അത് കേരളത്തിൽ ഇപ്പോഴും മത്സരം LDF-ഉം UDF-ഉം തന്നെയാണ് നിയമസഭയിൽ. അത് BJP ഇപ്പോൾ ഒരു മൂന്നാം ശക്തിയായിട്ട് വളർന്നാൽ പോലും വീണ്ടും 2031 വരെയെങ്കിലും അത് LDF UDF എന്ന രീതിയിൽ തന്നെ തുടരും. അപ്പൊ അടുത്ത തവണ UDF ജയിച്ചില്ലെങ്കിലാണ് BJP-ക്ക് വലിയൊരു സാധ്യത ഇവിടെ രണ്ടാം കക്ഷിയാകാനുള്ളത്. പക്ഷെ അടുത്ത തവണ ഈ LDF-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അവർക്ക് ജയിക്കാനും അത്ര എളുപ്പമല്ല. ഇവിടെ ഈ തൃശ്ശൂരിലേക്ക് വന്നാൽ, തൃശ്ശൂർ എന്ന ഒരു ജില്ലയിൽ ഇവിടെ സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രം ജയിച്ചു, അല്ലെങ്കിൽ ജയിക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ സമ്മതിച്ചാൽ തന്നെ അവിടെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുർബലമായത്? അവിടെ യുവ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രസന്റബിൾ ആയിട്ടുള്ള ആരും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അവിടെ CN ബാലകൃഷ്ണനും തേറമ്പിലും ഒക്കെ വളരെ കാലം നേതാക്കളായിട്ട് തുടർന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ TN പ്രതാപനെ പോലെ ഒരു നേതാവ്, അദ്ദേഹം 2001 മുതൽ 3 തവണ തുടർച്ചയായി MLA ആയി. അതിനുശേഷം അദ്ദേഹം VM സുധീറിന്റെയൊക്കെ പ്രേരണയാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യസമയത്ത് 2016 മാറി നിന്നു. മറ്റു ചില MLA-മാർക്കൊക്കെ സീറ്റ് നിഷേധിക്കാനൊക്കെ ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. അതിനുശേഷം അടുത്ത വർഷം അദ്ദേഹം DCC പ്രസിഡന്റായി മാറുന്നു. തൃശൂർ DCC പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രവർത്തനം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. 2019 ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കൃത്യം ലോക്സഭാ സീറ്റ് കിട്ടുന്നു, അദ്ദേഹം ജയിക്കുന്നു. ആ ജയത്തിന്റെ പടിവാതിൽക്കൽ തന്നെ ഇതുപോലെ തന്നെ ഒരു കോൺഗ്രസിന്റെ ഒരു പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നു. എല്ലാ നേതാക്കളുടെയും മുന്നിൽ വെച്ച് പൊട്ടിക്കരയുന്നു, പറയുന്നു ഞാൻ തോൽക്കാൻ പോവുകയാണ്, അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ പോവുകയാണ്. ഇത് 2019 കാര്യമാണ്, 2024 കാര്യമല്ല. അന്ന് TN പ്രതാപൻ പൊട്ടിക്കരഞ്ഞെങ്കിലും അദ്ദേഹം അവിടെ 80,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് ജയിക്കുകയാണ് ചെയ്തത്, 90,000 വോട്ടുകൾക്ക് ജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? 2019 MP ആയതിനു ശേഷം ഈ ലോക്സഭയിൽ കിടന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഒഴിച്ചാൽ, രാഹുൽ ജി എന്ന് വിളിച്ചു പറയുന്നത് ഒഴിച്ചാൽ അദ്ദേഹം മണ്ഡലത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയില്ല. അവിടെയുള്ള ജനങ്ങളെ അദ്ദേഹം വെറുപ്പിച്ചു. ആൾക്കാരെ ഈ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും പോലെയുള്ള സ്റ്റണ്ടുകൾ ചെയ്യുന്നതിനപ്പുറം അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അദ്ദേഹം ഒഴിവാക്കി. അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. എന്താണ്? അദ്ദേഹത്തിന്റെ സീറ്റ് അനൗൺസ് ചെയ്തിട്ട് അദ്ദേഹം മാറി നിന്നതിന്. എന്നിട്ട് K മുരളീധരനോട് KPCC അധ്യക്ഷനാകാൻ പറഞ്ഞ അദ്ദേഹം ആകുമോ? കാരണം അദ്ദേഹം തോൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം അവിടെ TN പ്രതാപനാണ്. അത് മുരളീധരൻ അത് പറയാനുള്ള ഒരു വൈക്ലഭ്യം കാരണം അദ്ദേഹം പറയാത്തതാണ്. കാരണം ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു ഓഫ് ദി റെക്കോർഡായിട്ട് നിങ്ങൾ ആ റോഷിപാലിനോട് മുരളീധരനോട് ചോദിച്ചിരുന്നെങ്കിൽ മുരളീധരൻ പറഞ്ഞേനെ അവിടെ TN പ്രതാപൻ കാരണമാണ് ഞാൻ തോറ്റത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രഥമ കാരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വെച്ചിട്ട് ഇനി K സുധാകരനെ മാറ്റി K മുരളീധരനെ വെച്ചാൽ അദ്ദേഹത്തിന് താഴെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് TN പ്രതാപനാണ്. എന്തൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഈ തൃശ്ശൂര് കരുവന്നൂർ വിഷയം വന്നു, അത് കോൺഗ്രസിന് മുതലാക്കാൻ പറ്റിയോ? അവിടെ സുരേഷ് ഗോപി അത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ മുതലെടുത്തു. അല്ലാതെ അവിടെയുള്ള വ്യാപാരികളെയും അല്ലെങ്കിൽ മറ്റു പലരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ അവിടെ ജീവിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇത്രയും വലിയൊരു ജയം സുരേഷ് ഗോപിക്ക് ഉണ്ടായപ്പോൾ
പറയുന്നു ഇതെല്ലാം കോൺഗ്രസ് പോലും അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നുവെന്ന്. അവിടെ ഈ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സുകാർക്കും അറിയാമായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാർ പണിയെടുത്തില്ല. അവിടെ ജോസ് വള്ളൂരും MP വിൻസെന്റും ഇപ്പോൾ അവരെ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ TN പ്രതാപന് പ്രൊമോഷൻ കൊടുത്ത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി ഇങ്ങനെ ആക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ പോയാൽ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാൻ പോവുകയാണ്. കാരണം ഇതുപോലെയുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ KPCC അധ്യക്ഷന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യസ്ഥിതിയാണുള്ളത്. ഇപ്പൊ എല്ലാവരും കൂടെ അദ്ദേഹത്തെ ആനപ്പുറത്തിരുത്തി അദ്ദേഹം KPCC അധ്യക്ഷനാണ്, പിണറായി വിജയന് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ണൂരിൽ നിന്നുള്ള ശക്തനായ നേതാവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം മാറി വേറൊരു നേതാവ് ആ സ്ഥാനത്ത് വന്നില്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റുക? കോൺഗ്രസ്സുകാരാണ് ആലോചിക്കുന്നത്. നിഷേധിക്കുന്നുണ്ടെന്ന് കൈ കാണിച്ചപ്പോൾ മനസ്സിലായി. പറഞ്ഞോളൂ. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിൽ നമ്മൾ പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല. കാരണം നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ടാണ് പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപിയും LDF UDF ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിയും LDF UDF മത്സരിക്കുന്നതെന്ന് പറയുകയും തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലായിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് അവർക്ക് ഉണ്ടായ ഗുണം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അത്തരം മാറ്റങ്ങൾ സംഭവിക്കും, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് BJPയുടെ വളർച്ചയായിട്ട് കാണാൻ കഴിയില്ല. BJPയുടെ വളർച്ചയായിട്ട് അങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥ CPM വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിലാണ്. കോൺഗ്രസ് വിരോധത്തിൻ്റെ അത് അവർക്ക് വിനയായി മാറും. അതവർ മനസ്സിലാക്കുന്നില്ല. അവർ BJP തൃശ്ശൂരിൽ വളർന്നു ശക്തമായി എന്ന് പറയുന്നത് കോൺഗ്രസ് ദുർബലമായി എന്ന് കാണിക്കാനാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇതിന് അസംബ്ലി ഇലക്ഷനാണ്. അപ്പോൾ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് ദുർബലമാണെന്നും BJPനെയും അവിടെ ജയിക്കുമെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള സന്ദേശം നൽകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവർക്ക് പാളിച്ച് പറ്റും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു രീതിയിൽ BJPയെ ഉയർത്തി കാണിക്കുന്നത് അവർക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് യാതൊരു സംശയമില്ല. കാരണം ഇവിടെ കൃത്യമായിട്ട് എൻ്റെ സ്മൃതി ഇതിൽ കൃത്യമായിട്ട് കണക്കുകളുണ്ട്. എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ അത് എല്ലാവർക്കും അറിയാതെ. പക്ഷേ ചിലർക്ക് തുറന്നു പറയാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിന് കൃത്യമായി തുറന്നു പറയാൻ കഴിയില്ല. CPM നേതൃത്വത്തിന് തുറന്നു പറയേണ്ടതാണ്. പക്ഷെ അവർ പറയുന്നില്ല. CPIക്കാർ പറഞ്ഞല്ലോ. CPI പറഞ്ഞു മേയർ തൃശ്ശൂർ മേയറായ CPMന്റെ പിന്തുണയുള്ള മേയർ സുരേഷ് ഗോപിയെ പോഴ്ത്തിയത് വലിയൊരു ഘടകമായെന്ന് സുനിൽകുമാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ തൃശ്ശൂർ മേയർക്ക് ഞങ്ങളുടെ പിന്തുണയില്ല എന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്? പരസ്യമായി പറഞ്ഞു. തൃശ്ശൂർ ഇല്ലത്തെ മേയർക്ക് LDFന്റെ CPIയുടെ പിന്തുണയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ പിന്തുണയില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ അവരുടെ പിന്തുണയുള്ള മേയർക്ക് വലിയൊരു പങ്കുണ്ടെന്ന് വരുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വെറും രാഷ്ട്രീയം മാത്രം കാണരുത്. ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ കിട്ടിയ വോട്ട് എക്കാലവും കിട്ടുമെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. അത് സുരേഷ് ഗോപിക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ എന്തുകൊണ്ടാണ് യുവാക്കൾ സ്ഥാനാർത്ഥികളാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ UDF കോട്ടയിൽ കോൺഗ്രസ് പ്രതിനിധികളായി മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസിൽ നിന്നും വളർന്നു വരുന്ന നേതാക്കളുടെ എണ്ണം കുറയുന്നതിൻ്റെ കാരണം വലിയ നേതാക്കളല്ല. അവർ വളർന്നു വരാൻ സ്വയം അവർ വളർന്നു വരണം. എങ്ങനെ അനിലക്കര വളർന്നു വന്നു തൃശ്ശൂരിലെ, എങ്ങനെ TJ സനീഷ് കുമാർ വളർന്നു വന്നു തൃശ്ശൂരിലെ, അതവർ മനസ്സിലാക്കണം. ഈ കാര്യത്തിലാണ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ VM സുധീരൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ലെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഒറ്റ മിനിറ്റ്. ഈ VM സുധീരൻ്റെ കാലത്താണ് രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ പാർട്ടി ഏകോപന സമിതിയും ഫലപ്രദമായി പ്രവർത്തിച്ചത്. അതുപോലുള്ള ഏകോപന സമിതിയുടെ പ്രവർത്തനവും അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയകാര്യ സമിതിയുടെ മാസം കൂടുതലും സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കലും ചെയ്താൽ മാത്രമേ തദ്ദേശ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുള്ളൂ. 2019 18 19 19 കോൺഗ്രസ് ജയിച്ചു. പക്ഷേ തദ്ദേശ ഇലക്ഷനിൽ തോറ്റുപോയില്ല. എന്താ കാരണം? ഞാൻ ഈ പറഞ്ഞാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ടി വരും. ശരി, ഈ 2 ദിവസത്തെ ക്യാമ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്വയം വിമർശനപരമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്, കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ടെന്ന് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ദീപ്തി, ആനന്ദ് കുച്ചൂടി, N ശ്രീകുമാർ. Debate with Smriti Parithikad.